രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ ലിസ്റ്റിയൊക്കെ പുതുക്കണം, അതിനകത്തൊന്നും തർക്കമില്ല. അത് കൃത്യമായിട്ട് തീവ്ര പരിപാടി വെച്ചോ അതിതീവ്രം വെച്ചോ പിന്നെ പിന്നെ അതീവ തീവ്രം വെച്ചോ ഒക്കെ പുതുക്കിക്കോളൂ. അതല്ല പ്രധാനം. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് വലിയ സമ്മർദ്ദം കൊടുക്കുന്നു എന്നുള്ളൊരു വാർത്ത വരികയും പയ്യന്നൂരിലെ എട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്കൂളിലെ പിയൂൺ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു അനീഷ് മരിക്കുകയും ചെയ്തു. രാജസ്ഥാനിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ഞാൻ BLOമാരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അവരെല്ലാം പറയുന്നൊരു കാര്യം, ഇത് 100, 150, 200 വീടുകളിൽ കൊണ്ട് കൊടുക്കുക. പിന്നെ 2004 വോട്ടേഴ്സിൽ അതൊരു വല്ലാത്തൊരു സാധനമാണ്. അതിന് മനസ്സിലായില്ല. ഒരാളിൻ്റെ വീട്ടിൽ ചെന്ന് ലിസ്റ്റ് ചെല്ലുമ്പോൾ അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ആധാറോ എന്തെങ്കിലും വാങ്ങിച്ച ലിസ്റ്റിൽ ചേർത്താൽ പോരെ. 2004 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നോ? ഒന്നാമത്തെ ചോദ്യം. 4 ഇവർക്കില്ലെങ്കിൽ, ഇപ്പോൾ എനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ 2004 പേരിലല്ലേ എൻ്റെ അച്ഛനുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നോ? അമ്മ അച്ഛനും ചത്തുവെങ്കിൽ പിന്നെ അവരെ അമ്മ അച്ഛനുണ്ടായിരുന്നു. എന്തോന്ന് നിയമമാണെന്ന് ഇലക്ഷൻ കമ്മീഷന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പിന്നെ നാളെ കേസ് കൊടുത്താലും കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് മനസ്സിലായില്ല. 2004 എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 20 വർഷം മുമ്പാണ്. 20 വർഷം മുമ്പ് അച്ഛൻ ജീവിച്ചിരുന്നിട്ടുണ്ടോ, അമ്മ ജീവിച്ചിരുന്നിട്ടുണ്ടോ, ബന്ധുമിത്രാദികൾ ആരെങ്കിലും ജീവിച്ചിരുന്നിട്ടുണ്ടോ, അവർക്ക് വോട്ടുണ്ടോ? ഇതൊക്കെ എന്താണ്? നിങ്ങൾ വീട്ടിൽ വരിക, ആളുകളോട് ചോദിക്കുക, വീട്ടിലുള്ളവരെ ആളുകൾ വരിക, ആളുകളില്ലെങ്കിൽ ഉള്ളപ്പോൾ വരിക, അവരെ ആധാർ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഡോക്യുമെൻ്റ് വാങ്ങിക്കുക, അവർക്ക് വോട്ട് ചേർത്ത് കൊടുക്കുക, ലിസ്റ്റുമായിട്ട് വരിക. അല്ലെങ്കിൽ ലിസ്റ്റുമായിട്ട് വന്ന് ഈ ആളുകളൊക്കെ ജീവിച്ചിരിപ്പ് കൊണ്ടെന്ന് പരിശോധിക്കുക വീട്ടിൽ വന്ന്. അതിന് പകരം ഈ 2004 കഥ പറയുന്നു. പിന്നെ ഹിയറിംഗ്. എന്ത് ലോകമാണ്? എനിക്കും വോട്ടിന് വേണ്ടി ഹിയറിങ്ങിന് പോകേണ്ടത്. എന്ത് ഹിയറിംഗാണ്? എൻ്റെ ഫാമിലിക്കും പോകേണ്ടത്. എന്ത് ഹിയറിങ്? നിങ്ങൾ അക്ഷയയിൽ പോയി നമ്മളെല്ലാം എൻട്രി ചെയ്യണമെന്ന് പറഞ്ഞു, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ആപ്പ് വഴി അക്ഷയയിൽ എൻട്രി ചെയ്താൽ പിന്നെ ഹിയറിങ്ങിന് പോകണം. അതെന്ത് ഹിയറിംഗാണ്? കാരണം നമ്മൾ എൻ്റെ ആധാർ അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ എല്ലാം കൊടുത്തിട്ട് പിന്നെ ഞാൻ ഹിയറിങ്ങിന് പോകണം. ഹിയറിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ എന്താ സംഭവിക്കണം? നിങ്ങൾ തന്നെയല്ലേ സുഭാഷ് ചന്ദ്രബോസ്, എല്ലാ രോഗം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ ഇന്ന ആൾ, എല്ലാം ഇവിടെ ഉണ്ട്. ദാമോദരൻ നിങ്ങൾ തന്നെയാണല്ലോ, ഞാൻ ദാമോദരൻ തന്നെ, എല്ലാം ഇവിടെ ഉണ്ട്, ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ വേറെന്താ ചെയ്യുന്നത്? ഫിസിക്കൽ വെരിഫിക്കേഷൻ. അങ്ങനെ ഫിസിക്കൽ വെരിഫിക്കേഷൻ വേണമെങ്കിൽ വീട്ടിൽ വന്ന് ചെയ്യണമെന്നേ. ഇത് ആളുകളെ കൊല്ലുന്ന, ആളുകളെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അനീഷിൻ്റെ പറ്റിപ്പോയൊരു പ്രശ്നം എന്താ പറയുക? അനീഷിനെ കുറിച്ച് നമ്മൾ കുറച്ച് വിവരങ്ങൾ കണ്ണൂരും തിരക്കിയിരുന്നു. അനീഷ് ശരിക്കും പറഞ്ഞാൽ പിയൂണാണ്. പിയൂണന്മാരാകുമ്പോൾ ഒരു കാര്യം, അവർ ഫിസിക്കലായിട്ടുള്ള കുറച്ച് ജോലിയാണ് അവർ ചെയ്യുന്നത്. ബെല്ലടിക്കുക, വൈകുന്നേരം ബെല്ലടിക്കുക, ബെഞ്ച് പിടിച്ചിടുക, ഡെസ്ക് പിടിച്ചിടുക, സ്കൂളിൽ കഞ്ഞി വയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോവുക, ഒന്ന് നോക്കുക, പ്രിൻസിപ്പാളിനെ അസിസ്റ്റ് ചെയ്യുക, HMനെ സഹായിക്കുക. ഇങ്ങനെ സ്കൂളിലൊക്കെ വിളിക്കുമ്പോൾ അയാളൊരു ചെല്ലക്കുട്ടിയാണ്. എപ്പോഴും സ്കൂളിൽ പിയൂൺ എന്നൊക്കെ പറയുന്നത് ഒരു ചെല്ലക്കുട്ടിയാണ്. പ്രായം കൂടിയ ആളാണെങ്കിൽ ചേട്ടനാണ്, എല്ലാവർക്കും അമ്മാവനാണ്. അതൊരു ചെല്ലക്കുട്ടി നമ്മൾ പറയില്ല വീട്ടിൽ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് ഹാർഡ് കാര്യങ്ങളൊന്നും കേട്ടാൽ കിട്ടത്തുമില്ല, ഹാർഡ് കാര്യം അയാളടുത്ത് പറയത്തുമില്ല. അങ്ങനെ ഇയാൾ പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞാൽ ഇയാൾ ആദ്യമേ ഇയാളെ കൂട്ടുകാരൊക്കെ പറയുന്നതനുസരിച്ച് ഇയാളൊരു ലോലനായിട്ടുള്ളൊരു പിയൂണിനെ പിടിച്ച് BLO ആക്കിയതാണ് ഏറ്റവും വലിയ തെമ്മാടിത്തരം. കളക്ടർ ആരാ? അവിടുത്തെ കളക്ടർ. എൻ്റെ പൊന്ന് കളക്ടർ സാറേ, നിങ്ങൾ ആളുകളെയൊക്കെ വയ്ക്കുമ്പം അവരുടെ ബയോഡേറ്റയും കൂടെ ഒന്ന് വാങ്ങിക്കണ്ടേ? ആളില്ലെങ്കിൽ നിങ്ങൾ വേറെ സംവിധാനം ആലോചിക്കൂ. നിങ്ങൾ പിയൂണന്മാർ മോശമാണെന്നല്ല ഞാൻ പറയും. കാര്യം അവർ പേപ്പർ വർക്കൊന്നും ചെയ്ത് പരിചയമുള്ളവരല്ലല്ലോ. അവർ ദൈനംദിനം പേപ്പർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ അംഗനവാടി ടീച്ചർമാർ പോലും അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് പോലും ഒരുപാട് പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് മൊബൈലിൽ അപ്ലോഡ് ചെയ്യണം, പേപ്പർ വർക്ക് ചെയ്യണം, എഴുതണം, കുത്തിപ്പിടിക്കണം, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സെൻസസ് എടുക്കുന്നവർ ചെയ്യുന്നുണ്ട്, അധ്യാപകർ ചെയ്യുന്നുണ്ട്. ഈ പിയൂണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പേപ്പർ വർക്ക് ചെയ്യുന്ന ജോലിയിലുള്ള ആളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 10-200 ഫോറം കൊടുത്തിട്ട് അത് വീടുകളിൽ കൊണ്ട് കൊടുത്തിട്ട് പാതിരാത്രിക്കുമ്പോൾ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നത് പാവപ്പെട്ടം പേടിച്ചുപോയി. എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചൂടായി കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പേടിച്ചുപോയി. പിന്നെ ഇന്നിപ്പോൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ ചെയ്യാൻ ഒരു നിമിഷം മതി കേട്ടോ. അതിപ്പോൾ തിരുവനന്തപുരത്ത് ആനന്ദായാലും ലോകത്ത് ആരായാലും ആത്മഹത്യ ചെയ്യാൻ ഒരു നിമിഷം മതി. ഒരു നിമിഷത്തെ ബാഡ് ചിന്ത, ആരും കൂടെ ഇല്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായി, അപ്പം നമ്മൾ ആത്മഹത്യക്ക് ശ്രമിക്കും. അതാണ് ആത്മഹത്യയുടെ ഒരു തിയറി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയുന്നൊരു തിയറിയാണ്. ഞാൻ എൻ്റെ അനുഭവസ്ഥരായ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയുടെ തിയറി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നമുക്ക് തോന്നുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ കൂടെ ഭാര്യയില്ല, മക്കളില്ല, കല്യാണം കഴിച്ചാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയില്ല, അച്ഛനില്ല, സമൂഹമില്ല, പാർട്ടിയില്ല, ആരുമില്ല, പിന്നെ ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആരുമില്ലാതെ എന്ന് തോന്നിയാൽ പെട്ടെന്ന് ഈ ഭാരം എല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്തിനു തെറിയേക്കുന്ന മറ്റുള്ളവരെ? ഇയാൾ BLO ആയിട്ട് വന്നു, അദ്ദേഹം എന്തിനാണ് മേലുദ്യോഗസ്ഥരെ തെറിയേക്കുന്നത്, പിയൂണായി ജോലി ചെയ്തിരിക്കുന്നത്, ഞാൻ എന്തിനു തെറിയേക്കണം എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത ഒരു അപകർഷത ബോധത്തിലേക്ക് പോയും അതാണ് ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത്. പിന്നെ അവിടെ പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോ നമുക്കറിയാത്ത കാര്യം പറയാൻ പാടില്ല. എന്നാലും ഒരു കരക്കമ്പി ഉണ്ട് കണ്ണൂരിൽ. പാർട്ടിക്കാരായ അത് കാണും. കാരണം പാർട്ടിക്കാരായ ആളുകൾ, കടുകട്ടി പാർട്ടിക്കാരുള്ളത്, അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും കടുകട്ടി പാർട്ടിക്കാരുള്ള ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ സമ്മർദ്ദവും കാണും. ഇവനെ വയ്ക്കാൻ പാടില്ല, ആ വീട്ടിൽ കൊടുക്കണം, ആ വീട്ടിൽ കൊടുക്കാൻ പാടില്ല, അവിടെ നെടുക്കണം, അവിടെ നെടുക്കുക. കാരണം ലിസ്റ്റിലേക്ക് കുത്തിത്തിരുകണമല്ലോ, ആളുകളെ കുത്തിത്തിരികയും ഉള്ളവരെ കട്ട് ചെയ്യുകയും വേണമല്ലോ. അപ്പോൾ ഈ കുത്തിത്തിരുവാനും കട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ ഇയാൾക്ക് വല്ല സമ്മർദ്ദം കിട്ടിയിട്ടുണ്ടോ? കണ്ണൂരെന്നുള്ളതും പയ്യന്നൂർ ഭാഗമൊക്കെയാണ്. ചിലപ്പോൾ മിക്കവാറും നല്ല സമ്മർദ്ദം പുള്ളിയുടെ കിട്ടിക്കാണും. അതും പുള്ളിക്ക് ജോലി പോണ കാര്യമായിരിക്കും. ഞാനിപ്പോൾ ഏതെങ്കിലും കുത്തിത്തിരി കയറ്റുകയോ ഉള്ള ആളുകളെ കളയുകയോ ചെയ്താൽ എൻ്റെ ജോലി പോകുമെന്നും പാവപ്പെട്ടം പേടിച്ച് കാണും.
അപ്പോൾ ഒരു വശത്ത് പിന്നെ SIRകാരുടെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സമ്മർദ്ദം, കളക്ടർമാരുടെ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം, രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം, ഇതെല്ലാം കൂടെ വന്നപ്പോൾ പാവപ്പെട്ടവൻ പേടിച്ചുപോയി. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്. ഇതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ. അതുകൊണ്ട് ദയവായി ഈ പരിപാടി നിങ്ങൾ സമയമെടുത്ത്, ഇപ്പോൾ അന്തം വിട്ട് ഒരു 2 മാസം എന്തൊരു സമയം ഇടക്കമാണ്. ഒക്ടോബർ 9 നവംബർ 9 ഡിസംബർ 9 ഇതെന്തോന്ന് വല്ല പായസം വയ്ക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ കുറച്ചുകൂടി ടൈം ഇട്ട് ആളുകൾ ഇപ്പോൾ ആധാർ പുതുക്കാനൊക്കെ എന്തോരം സമയം കൊടുക്കുന്നു, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ എന്തോരം സമയം കൊടുക്കും. നിങ്ങൾ കുറച്ചുകൂടി സമയം കൊടുക്കണം ജനങ്ങൾക്ക്. സമയം കൊടുത്തുകൊണ്ട് അവർക്ക് തന്നെ പോയി ആധാർ ഉപയോഗിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവർക്ക് തന്നെ പോയി അപ്ഡേറ്റ് ചെയ്യാനൊരു സാഹചര്യം കൊടുക്കണം. ആ അപ്ഡേറ്റ് ചെയ്തതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെ ചേർക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാ കാര്യത്തിലും ഇന്ത്യൻ ജനതയെ വിശ്വസിക്കാം. കേരള ജനത പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, എന്തെല്ലാം സാധനങ്ങളുണ്ട് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം. ആ പൗരനെ വിശ്വസിക്കുക. ആദ്യം കുറേ കള്ളങ്ങൾ ഇതിനകത്ത് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പൗരന്മാർക്ക് അവർക്ക് മൊബൈൽ ആപ്പ്, ഒരു നല്ലൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. മൊബൈൽ ആപ്പ് വഴിയും അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് ചേർക്കാം. അപ്പോൾ തന്നെ ആളുകൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇതേ അഡ്രസ്സിൽ, ഈ അഡ്രസ്സിൽ തന്നെ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്ഡേറ്റ് ചെയ്താൽ ബാക്കിയുള്ള ലിസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ളവർ വന്നാൽ മതിയെന്നേ ഓഫീസർമാർ. ഇതിലെ ചന്ത പരിപാടിയാണ് നടക്കണേ. അപ്പോൾ ഈ ചന്ത പരിപാടി നടത്തി ഒരു വല്ലാത്തൊരു പ്രോസസ്സായത്. ഇത്രയും വലിയ പ്രോസസ്സ് ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശ്വാസം വന്നിട്ടില്ല. സാധാരണ ഇലക്ഷൻ കമ്മീഷനൊക്കെ ശേഷൻ്റെയൊക്കെ കാലത്ത്, TN ശേഷൻ്റെ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളെ കൂടെ വിളിച്ച് അവരെ വിശ്വാസത്തിലെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല. അവർ വിശ്വാസത്തിൽ വരുന്നില്ല. ഇവിടെ CPM ആണെങ്കിൽ ഹൈക്കോടതി പോയിട്ട് അവർ കേസെടുക്കാത്തതുകൊണ്ട് സുപ്രീം കോടതി പോകാൻ പോകുന്നു. ഇവിടുത്തെ ഭരിക്കുന്ന പ്രധാന പാർട്ടിയാണ്, അവർ സുപ്രീം കോടതി പോകാൻ പോകുന്നു. ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ വേറെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരുതരം ചക്കളത്തി പോരാട്ട പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് പാവപ്പെട്ട ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ഇവിടെ ഒരു BLO ആണ്, പുരുഷനാണെങ്കിൽ രാജസ്ഥാനിലൊരു സ്ത്രീയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ കഷ്ടമാണ്. ഈ രാജ്യത്ത് സെൻസസ് എത്ര മനോഹരമായിട്ട് സെൻസസ് നടക്കുന്നു. എല്ലാ വീടുകളിലും പോയിട്ടല്ലേ സെൻസസ് ചെയ്യുന്നത്. സാമ്പിൾ സർവേ അല്ലല്ലോ, റാൻഡം സാമ്പിളിംഗ് അല്ലല്ലോ. എല്ലാ വീടുകളിലും പോയിട്ടല്ലേ സെൻസസ് നടക്കുന്നത്. കന്നുകാലി സെൻസസ് കൃത്യമായി നടക്കുന്നില്ലേ? അപ്പോൾ അതുപോലെ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ പേപ്പർ എഴുതി പരിചയമില്ലാത്ത, ഒരു ഫയൽ പോലും എഴുതി പരിചയമില്ലാത്ത പിയൂണിനെയും, ഞാൻ പിയൂണിനെ വെക്കണ്ട എന്നുള്ള കഥയല്ല. ഇനി നല്ല കേപ്പബിളായിട്ടുള്ള ചില ഓഫീസിലാവട്ടെ, ചില സ്കൂളുകളിലൊക്കെ ആകട്ടെ, പിയൂണന്മാർ, ക്വാളിഫൈഡ് ആയിട്ടൊക്കെ ഉള്ള പിയൂണന്മാർ ഒരുപാട് പേപ്പർ വർക്കൊക്കെ ചെയ്യുകയും ഓഫീസ് അസിസ്റ്റൻ്റ് പോലെ സഹായിക്കുകയും ചെയ്യണം. അൺഒഫീഷ്യലെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ പിയൂണന്മാരെല്ലാം, കേരളത്തിലെ പിയൂണന്മാരെല്ലാം അക്ഷരാഭ്യാസം ഇല്ലാത്തവരോ എഴുതാനും വായിക്കാനും അറിയാത്തവരാണെന്ന് ഞാൻ ചാനലിൽ കൂടെ പറഞ്ഞെന്ന് പറയണ്ട. നല്ല കഴിവുള്ളവരുണ്ട്. അങ്ങനെ കഴിവുള്ളവരെ, പിന്നെ താല്പര്യമുള്ളവരെ, കഴിവുള്ളവരെ. ഞാൻ ഇടയ്ക്ക് ഒരു വോയിസ് കേട്ടായിരുന്നു ഒരു ഓഫീസറുടെ വോയിസിൽ. ഒരു പാവപ്പെട്ട സ്ത്രീ, അവർക്കാണെങ്കിൽ സുഖമില്ല. അവർ പറയുന്നത് എനിക്ക് സുഖമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വോയിസാണ്. ഞാൻ പിന്നെ അത് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ സ്ത്രീ ഓഫീസറോട് പറയുന്നത്, മാഡം എനിക്ക് നല്ല സുഖമില്ല, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരുമോ? ഉടനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് പറയണം, ജോലി പോണ കാര്യമാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷനിൽ BLO ആയിട്ട് വന്ന് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും. ഉടനെ ഈ സ്ത്രീ അങ്ങോട്ട് പറയണം, എങ്കിൽ മാഡം ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറോട് ചോദിച്ചിട്ട് വരാമെന്നൊക്കെ. എന്ത് ജോലി പോകാൻ? താല്പര്യമുള്ള ആളുകളെ എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, വിദ്യാഭ്യാസമുള്ള ലക്ഷക്കണക്കിന് 45 ലക്ഷം ആളുകളാണ് കേരളത്തിൽ കിടപ്പുണ്ട്. ഇവിടെ PhD എടുത്തവർ വരെ തേരാപ്പാര തെക്ക് വടക്ക് നടക്കുകയാണ്. അവരെ കൂടെ എടുത്തിട്ട് ടീമിൽ ചേർക്കുക. ഒരാൾ ശരി, ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരാൾ വേണം, സമ്മതിച്ചു. ഒരാൾ മറ്റേതാക്കുക. എന്ത് വേഗത്തിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ, ഇപ്പോൾ ഫാം കൊണ്ട് കൊടുക്കാൻ അവർ പോരെ, പൂരിപ്പിക്കുന്നത് ഇവരായിക്കോട്ടെ, കൊണ്ടു കൊടുക്കാൻ അവർ പോരെ, തിരിച്ചു വാങ്ങിക്കാൻ അവർ പോരെ. എത്ര മനോഹരമായി ചെയ്യാവുന്നൊരു പരിപാടിയെ ഇങ്ങനെ ഒരുതരം ഈ പിന്നെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കരുത്. കാലിനനുസരിച്ച് ചെരുപ്പാണ് മുറിക്കേണ്ടത്.